കൂൺ, മഷ്റൂം ഇത് വെച്ചൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പണ്ട് അമ്മൂമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ, ആ ഒരു സ്റ്റൈലാണേ. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുകിട്ട് കൊടുക്കുകയാണേ. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ കൂണും സവാളയും 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം. കൂണിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിന് ഓൾറെഡി വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടുവേ. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കൂണിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം ഒന്ന് പറ്റി വരട്ടെ. അതിന് ശേഷം നമുക്ക് അവസാനം തേങ്ങ ചേർത്ത് കൊടുക്കാവേ. കൂണിലെ വെള്ളമൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ഓൾറെഡി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇത് തേങ്ങയിലോട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കുക. തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയേ. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അരപ്പൊക്കെ വെന്തു, മഷ്റൂമിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിൻ്റെ വെള്ളം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജലാംശമൊക്കെ പറ്റട്ടെ. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.